അമ്മ കൗനുഹു മൂജിബൻ ലിൽ, അതായത് ഖബറുർ റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ? വഹുവ യൂജിബു അൽ ഇൽമൽ ഇസ്തിദ്ലാലിയ എന്ന് പറഞ്ഞു. വഹുവ യൂജിബു അൽ ഇൽമൽ. അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന് മൂജിബുൽ ലിൽ ഇൽമാണ് എന്നുണ്ട്, പിന്നെ ആ ഇൽമ ഇസ്തിദ്ലാലിയാണ് എന്ന് രണ്ടാമത്തെ കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞപ്പോ അങ്ങനല്ല പറഞ്ഞത്. മുത്തവാത്തിർ പറഞ്ഞപ്പോ പറഞ്ഞത് ലറൂരിന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഇസ്തിദ്ലാലിയായത് ആണ് ഇൽമു എന്ന് പറയുന്നതിന് മുമ്പ് ഇൽമു കിട്ടും എന്നുള്ളതിന് ദലീൽ പറയാ. അമ്മ കൗനുഹു മൂജിബൽ ലിൽ ഇൽമി ഫലിൽ ഖത്ഇ ബിഅന്ന മൻ അൽഹറല്ലാഹുൽ മുഅ്ജിസത അലാ യദിഹി തസ്ദീഖൻ ലഹു ഫി ദഅവർ റിസാലത്തി കാന സാദിഖൻ ഫീമാ അത്താ ബിഹി മിനൽ അഹ്കാം വഇദാ കാന സാദിഖൻ യഖഉൽ ഇൽമു ബിമദ്മൂനിഹാ ഖത്അൻ. അതാണ് അതിന്റെ ദലീൽ. അതായത് പിന്നെ ഫലിൽ ഖത്ഇ ഉറപ്പുള്ളതാണ് ഇതിന്റെ ദലീൽ. എന്താ ഉറപ്പ്? ബിഅന്ന മൻ അൽഹറല്ലാഹുൽ മുഅ്ജിസത അലാ യദിഹി. ഒരാള് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? സിദുഖു മനിദ്ദാ അന്നഹു റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞാൽ മനിദ്ദാ അന്നഹു റസൂലുള്ളാഹ്, അങ്ങനത്തെ ഒരാള് അയാളുടെ കൈകളിൽ എന്താക്കി? മുഅ്ജിസത്ത് അല്ലാഹ് ലാഹിറാക്കി കൊടുത്തു, പ്രകടമാക്കി കൊടുത്തു. എന്തിനാത് പ്രകടമാക്കിയത്? തസ്ദീഖൻ ലഹു, ഇയാളെ തസ്ദീഖാക്കാൻ വേണ്ടി പ്രകടമാക്കിയതാണ്. അയാൾ പറയുന്നത് ശരിയാണ് എന്നത് ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി അങ്ങനെ പ്രകടമാക്കിയതാണ്. ഏത് വിഷയത്തിൽ തസ്ദീഖാക്കുക? ഫീ ദഅവർ റിസാലത്തി, അയാൾ അന്നി റസൂലുള്ളാഹ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ റിസാലത്ത് വാദിച്ചതിൽ ഇയാൾ സത്യസന്ധനാണ് എന്നത് അംഗീകരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? മുഅ്ജിസത്ത് ലാഹിറാക്കി കൊടുത്തത്. പിന്നെ എന്നാൽ കാന സാദിഖൻ, അങ്ങനെ അല്ലാഹു തആല മുഅ്ജിസത്ത് ലാഹിറാക്കി കൊടുത്തിട്ട് അയാളുടെ ദഅവർ റിസാലത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ സത്യസന്ധനാണ്. കാന സാദിഖൻ ഏത് വിഷയത്തിൽ? ഫീമാ അത്താ ബിഹി മിനൽ അഹ്കാം, ഈ ആൾ അള്ളാഹുവിൽ നിന്ന് പറയുന്ന ഹുക്കുമുകളിൽ സത്യസന്ധനാണ്. കാരണം നബിയായി ആനും സ്ഥിരപ്പെട്ട പിന്നെ കള്ളം പറയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നബിക്ക് എന്തുണ്ട്? കദിബിനെ തൊട്ട് ആ ഇസ്മത്ത് ഏതായാലും നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കള്ളത്തരം പറയൂല. അപ്പൊ അതുകൊണ്ട് സിദുക്കാണെന്നുള്ളത് ഉറച്ച് പറയുന്ന അഹ്കാമുകൾ സിദുക്കാണെന്നുള്ളത്. ഈ അഹ്കാമുകളെ കുറിച്ചുള്ള എന്താണ്? ഇൽമു കിട്ടും എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഓഹുവ യൂജിബുൽ ഇൽമ എന്ന് പറഞ്ഞാല് ഈ റസൂല് വന്നിട്ട് പറയുന്ന അഹ്കാമുകളെ കുറിച്ച് അത് കേൾക്കുന്ന ആളിന് ഇൽമു കിട്ടും. കിട്ടുന്നത് ഇസ്തിദ്ലാലിയാണെന്ന് പിന്നെ ശേഷം പറയുന്നുണ്ട്. ഇസ്തിദ്ലാലി ഇല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ ഏതായാലും ഇൽമു കിട്ടും. അപ്പൊ ഈ വഇദാകാന സാദിഖൻ യഖഉൽ ഇൽമു ബിമദ്മൂനിഹാ ഖത്അൻ, ഈ ആള് അഹ്കാമിൽ സാദിഖാണെന്നുണ്ടെങ്കിൽ ആ അഹ്കാമിന്റെ മദ്മൂനുകൾ ഉള്ളടക്കങ്ങളെ കൊണ്ട് എന്താണ്? ഇൽമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. യഖഉൽ ഇൽമു, ഇൽമു കിട്ടും. ബിമദ്മൂനിഹാ ഖത്അൻ, അവിടെ എന്താണ്? കിട്ടാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ല. അപ്പൊ ഇൽമു തന്നെ. അപ്പൊ ഇങ്ങനെ സിദുക്ക് സ്ഥിരപ്പെട്ടത് കൊണ്ട് ആ സാദിഖായ ആള് പറഞ്ഞത് എന്നുള്ള നിലക്ക് ആ ഇൽമു കിട്ടി. അതാ സിദുക്ക് അല്ലാഹു തആല എങ്ങനെ സ്ഥിരപ്പെടുത്തിയത്? അതിന് നുബുവത്ത് ലാഹിറാക്കിയിട്ട് സ്ഥിരപ്പെടുത്തി കൊടുത്ത്. അപ്പൊ ആ സാദിഖായ ആള് പറയുന്നത് ആ ഇൽമാണ്. അപ്പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഇൽമു കിട്ടും എന്നതിൽ തർക്കമില്ല എന്നാണ്. മറുവശത്ത് ഒരു കെദിബിന് സാധ്യത ഉണ്ടെങ്കിൽ ആ ഇൽമു കിട്ടാതിരിക്കുക. സാധാരണഗതിയിൽ സത്യസന്ധനായ ഒരാൾ പറഞ്ഞാല് ഇൽമാവൂല, തന്നെ ആവുള്ളൂ. കാരണം എന്താ? ഇയാൾ എപ്പോഴും സത്യം പറയുന്ന ആളാ. പക്ഷെ ഇപ്പറഞ്ഞ കളവായിക്കൂടെ? അതെ, എന്നും പഠിക്കുന്ന ആളാണ്. ഇന്ന് പഠിക്കാതെ വന്നതിന് ഇപ്പൊ എന്ത് ചെയ്യാനാ? അപ്പൊ എന്ന പോലെ എപ്പോഴും സത്യം പറയുന്ന ആളാണ്. പിന്നെ അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യാലോ. ഇപ്പറഞ്ഞത് കളവാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതെ, സാധ്യതയില്ലായിരിക്കാൻ മാർഗമില്ല. ഇംകാനല്ലേ? അപ്പൊ ഇംകാൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആവുള്ളൂ, ഇൽമുട്ടൂല. അപ്പൊ ആ ഇംകാൻ ഇല്ലാതിരിക്കണം. അപ്പൊ നബിയാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇംകാനില്ല. കാരണം എന്താ? ഇസ്മത്തും പിന്നെ കെദിബുണ്ട്. കെദിബിനെ തൊട്ട് ഇസ്മത്ത് ഉണ്ടായാലും പിന്നെ അവിടെ സാധ്യത ഇല്ല. സാധ്യത ഇല്ലെങ്കിൽ പിന്നെ കിട്ടിയ വിവരം എന്താണ്? ആ ഇതറാക്ക് ഇൽമാണ് എന്നാ.
അവിടെ തസ്ദീഖൻ ലഹു എന്ന് പിന്നെ അതിന്റെ ഇടക്കൊന്നുകൂടി പറഞ്ഞെന്തിനാ? മൻ അൽഹറല്ലാഹു അൽ മുഅ്ജിസത അലാ യദിഹി ഫീ ദഅവർ റിസാലത്തി കാന സാദിഖൻ ബിമാ അത്താ ബിഹി മിനൽ അഹ്കാം. എന്നതിന്റെ ഇടയിൽ പിന്നെ ഒരു തസ്ദീഖൻ ലഹു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുഅ്ജിസത്ത് കൊടുത്താൽ പിന്നെ ആ മുഅ്ജിസത്തിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞില്ലേ, ഖുസിദ ബിഹി ഇൽഹാറു സിദ്ഖി മൻ ഇദ്ദാ അന്നഹു റസൂലുള്ളാഹ്. അപ്പം മുഅ്ജിസത്തിന്റെ അർത്ഥം തന്നെ ഈ ആളുടെ റിസാലത്ത് വാദത്തിൽ സിദ്ഖ് ലാഹിറാക്കുക, അയാൾ സത്യസന്ധനാണെന്ന് അംഗീകരിക്കുക എന്നല്ലേ. പിന്നെ തസ്ദീഖൻ ലഹു എന്ന് പറഞ്ഞ എന്തിനാ? അതിനൊരു സിറുണ്ട്, അത് ഖയാലി പറഞ്ഞവിടെ. യുരീദു അന്നൽ ഖാരിഖ ദാല്ല അല സിദ്ഖി ഹുവല്ലദീ ഖുസിദ ബിഹി തസ്ദീഖു. അതായത് സിദ്ഖിന്റെ മേൽ അറിയിക്കല് തസ്ദീഖ് ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന എന്തായിരിക്കണം? ഖാരിഖുല്ലാദത്തായിരിക്കണം. അല്ലാഹു തആല ഖാരിഖുല്ലാദത്ത് കൊടുക്കുന്ന എന്തിനാ? ഈ ആളെ തസ്ദീഖ് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ തസ്ദീഖ് ഉദ്ദേശിച്ചുകൊണ്ട് അയാളെ അംഗീകരിക്കുക, അയാളുടെ സിദ്ഖ് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന നിലക്ക് ആയിരിക്കണം. എന്ന നിലക്ക് എന്നാണ് മുഅ്ജിസത്ത് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതിന് പ്രത്യേകം പ്രാധാന്യം ഉണ്ട്, അതുകൊണ്ട് അത് രണ്ടാമത് മടക്കിയത് എന്നാ. അപ്പൊ അതിന്റെ മുഅ്തറദ് എന്താ? അങ്ങനെ അല്ലാത്തത് അമ്മാമാ യദ്ഹർ അലാ യദി മുദ്ദഇൽ ഉലൂഹിയ്യത്തി. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കള്ളൻ നബിയാന്ന് കള്ളം പറയുക എന്നാ. ഇത് നബിയാണെന്നല്ല കള്ളം പറയുന്നത്. കള്ളം പറയുമ്പോ എന്തിനാ മോശാക്കുന്ന? അള്ളാഹ് എന്ന് പറഞ്ഞ പോരെ. അപ്പൊ അങ്ങനെ ഇലാഹിയത്ത് വാദിച്ച് വരുന്നവരുണ്ടാവും, ദൈവമാണ് എന്ന് വാദിച്ച് വരുന്നവരുണ്ടാവും. അവര് എന്താണ്? ഇങ്ങനെ പല വിദ്യയും കാണിക്കും. ഖാരിഖുല്ലാദത്ത് അമ്മാമാ യദ്ഹറു അലാ യദി മുദ്ദഇൽ ഉലൂഹിയ്യത്തി, ഇലാഹിയത്ത് തന്നെ വാദിച്ചു വരുന്നവര്. പിന്നെ അയാളെ ഖവാരിഖ് കാണിക്കും. ഫലൈസ ബി തസ്ദീഖിൻ ലഹു, അത് അയാൾക്ക് തസ്ദീഖല്ല. ആ ഖാരിഖുല്ലാദത്ത് എന്ത്? ആ ഈ ഉലൂഹിയ്യത്ത് വാദിക്കുന്ന ആളിന്റെ തസ്ദീഖ് അല്ലത്. അയാൾ അതിനു വേണ്ടിയാണ് കാണിക്കുന്നത്. എന്നാൽ അങ്ങനെ കാണിച്ചാൽ അത് അയാളുടെ എന്താണ്? ഉലൂഹിയ്യത്ത് വാദത്തിൽ അയാൾ സാധിക്കാന്ന് വരൂല. നബിക്ക് അങ്ങനെ എന്താണ്? ഖവാരിഖുല്ലാദത്ത് ഉണ്ടായാല്, അതായത് ഒരാൾ ഇന്നി റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ തസ്ദീഖ് ഉദ്ദേശിച്ചുകൊണ്ട് അയാളുടെ വാദത്തിന് യോജിച്ചുകൊണ്ട് ഖവാരിഖുല്ലാദത്ത് ഉണ്ടാകുന്നെങ്കിൽ അയാൾ റസൂലാന്ന് സ്ഥിരപ്പെട്ട്. അല്ല നുബുവത്ത് വാദിച്ചിട്ട് അയാൾ ശരിയല്ല കള്ളനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഹാനത്ത് അയാൾക്ക് ഉണ്ടാകണം. അയാൾ വാദിക്കുന്നതിന് വിരുദ്ധമായി അയാളുടെ തക്ദീബിന് വേണ്ടി, അയാളുടെ കെദിബ് ലാഹിറാക്കാൻ വേണ്ടി ഖവാരിഖുല്ലാദത്ത് ഉണ്ടാകുക. അപ്പൊ ഇവിടെ ഉലൂഹിയത്ത് വാദിച്ച ഇലാഹാണ് ദൈവമാണെന്ന് വാദിച്ചവരോ അവര് കുറെ ഇങ്ങനെ ഖവാരിഖുല്ലാദത്ത് കാണിക്കും. ആ ഖവാരിഖുല്ലാദത്ത് കാണിക്കുന്നത് എന്താണ്? അത് സിദ്ഖിന്റെ മേൽ അറിയിക്കൂല. ഇയാളെ ഉലൂഹിയത്ത് വാദം സിദ്ഖാന്ന് എന്നതിന്റെ മേൽ അറിയിക്കൂല. കാരണം എന്താ? ലിഅന്ന കദിബഹു മഅലൂമുൻ ബിൽ അദില്ലത്തിൽ ഖത്ഇയ്യത്തി. ഉലൂഹിയത്ത് വാദിക്കുന്നത് കള്ളത്തരാണ് എന്നുള്ളത് ഖത്ഇയായ ദലീൽ കൊണ്ട് അറിയപ്പെട്ടതാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് തഅദ്ദുദുൽ ആലിഹത്ത് പാടില്ലല്ലോ. അള്ളാഹു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇലാഹ് എന്ന് പറഞ്ഞത് ഒന്നിലധികം ഉണ്ടാകാൻ പാടില്ല എന്ന ആ തൗഹീദുൽ ദാത്തി വസ്സിഫാത്തി വൽ അഫ്ആൽ അതിന്റെ ദലീല് അഖ്ലിയായ ദലീലുകളും ഖത്ഇയായ ദലീലുകളുമാണ്. അതുകൊണ്ട് അറിയപ്പെട്ടതാണ് ഇപ്പം ബാധിക്കുന്ന കള്ളത്തരാണെന്ന്. ഇനി കള്ളത്തരാണെന്ന് അറിയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഖവാരിഖുല്ലാദത്തല്ല, ഞാൻ അതിന്റെ അപ്പുറത്ത് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, സിദ്ഖിന്റെ മേൽ അറിയിക്കും. മറ്റടുത്താണെങ്കിൽ നുബുവത്ത് വാദിക്കുമ്പോ രണ്ട് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് സിദ്ഖ് അറിയുന്നത്. ഇയാള് നുബുവത്ത് വാദിക്കുമ്പോ, റിസാലത്ത് വാദിക്കുമ്പോ അയാളുടെ വാദം മാത്രം ഇങ്ങനെ നോക്കിയാൽ എന്താണ്? സാദിഖാകാനും കാദിബാകാനും സാധ്യത ഉണ്ടല്ലോ. ഒരാൾ ഇന്നി റസൂലുള്ളാഹി എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ് ശരിയാകാനും തെറ്റാകാനും സിദ്ഖാകാനും കദിബാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇയാളുടെ സിദ്ഖ് എന്താക്കണം? ഇയാൾ ശരിയായ ആളാണെങ്കിൽ സിദ്ഖ് നുബുവത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തണം. കദിബാണെന്നുണ്ടെങ്കിലോ അത് ഇഹാനത്ത് കൊണ്ട് പൊളിയും വേണം. അങ്ങനെയാണ്. എന്നാൽ ഒരാള് പിന്നെ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നൊക്കെ ഫിർഔൻ പറഞ്ഞില്ലേ? അപ്പൊ എന്ന പോലെ എന്താണ്? ഒരാള് ഇലാഹാണെന്നും പറഞ്ഞു വന്നാലോ അവിടെ രണ്ട് സാധ്യതയില്ല. ഇപ്പറഞ്ഞ ശരിയാകാനും കള്ളാകാനും എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതയില്ല. ഇപ്പറഞ്ഞ കള്ളാന്ന് ഉറപ്പാണ്. കള്ളാണെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ദലീൽ കാണിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്ത് ഖവാരിഖുല്ലാദത്ത് കാണിച്ചിട്ടും കാര്യമില്ല. അതാ പറഞ്ഞ മാ യദ്ഹറു അലാ യദി
മുദ്ദഇൽ ഉലൂഹിയ്യത്തി മിനൽ ഖവാരിഖ് വലൈസ ബിതസ്ദീഖിൻ ലഹു ലിഅന്ന കദിബഹു മഅലൂമുൻ ബിൽ അദില്ലത്തിൽ ഖത്ഇയ്യത്തി. അപ്പോൾ പിന്നെ അയാൾക്ക് ഖവാരിഖുൽ ആദത്ത് ഉണ്ടാകുന്നതോ അത് മുഅ്ജിസത്തും അല്ല, അതുപോലെ ഇഹാനത്തും അല്ല, പിന്നെ ഖവാരിഖിന്റെ വേറൊരിനാണ്, അതാണ് ഇസ്തിദ്റാജുൻ ലഹു വബിത്തിലാഉൻ ലിഗൈരിഹി. അതിന് ഇസ്തിദ്റാജ് എന്ന് പറയാം. ഫാജിരീങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ ഫാസിഖീങ്ങളായ ആൾക്കാരുടെ കൈകളിൽ എന്തുവരും? ഖവാരിഖുൽ ആദത്ത് ഉണ്ടാവും. ശൈത്താനെ സേവിച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ എന്ന പോലെ ചില പൂജയും കാര്യങ്ങളൊക്കെ നടത്തിയാൽ ചെയ്യാൻ പറ്റും എന്ന പോലെ അതൊന്നും ഇല്ലാതെ ഈ ഉലൂഹിയത്ത് വാദിച്ച് വരുന്ന ആളിന് തന്നെ ചിലപ്പോൾ സ്വന്തമായി തന്നെ അയാൾക്ക് ഇങ്ങനെ ലാഹിറാവും, അയാൾ വിചാരിക്കുന്നതൊക്കെ. ദജ്ജാൽ ഇങ്ങനെ വന്നിട്ട് എന്താണ് കുറേ ചെയ്യൂലേ, അത് വേറെ ശൈത്താനെ സേവിച്ചൊന്നുമല്ല, പൂജയും കാര്യമൊന്നും നടത്തിയതല്ല. ദജ്ജാൽ ഇങ്ങനെ വന്നിട്ട് മയ്യത്തിനോട് എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കും. ഈസാ നബി പണ്ട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ ഇയാൾ ഇലാഹിയത്ത് വാദിച്ചതിൽ കള്ളനാണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി ഒരാൾ എണ്ണീച്ചാലല്ല, ഒന്നായിട്ട് കൂട്ടത്തോടെ എഴുന്നേറ്റിട്ടും കാര്യമില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള വർത്താനല്ലേ പറയുന്നത്. ഖത്മുൻ നുബുവത്ത് സ്ഥിരപ്പെട്ടതിന് ശേഷമല്ല. അതുകൊണ്ടാണ് ഖത്മുൻ നുബുവത്തിന് ശേഷം അങ്ങനെ ഒരാൾ നുബുവത്ത് വാദിച്ചു കഴിഞ്ഞാൽ അയാളോട് അതിനോട് തെളിവെന്താന്ന് ചോദിച്ചാൽ പോലും മുർത്തദ്ദായി പോകുന്ന, അങ്ങനെ ഒരു തായിഫത്തു മിനൽ ഉലമാ പറഞ്ഞു. ഖത്മുൻ നുബുവത്തിന്റെ ശേഷം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആദ്യം ഇഖ്റ ഓതുന്ന കാലത്ത് തന്നെ എന്ത് ഖത്മുൻ നുബുവത്തൂടെ പറഞ്ഞിട്ടില്ലല്ലോ, കുറെ കാലം കഴിഞ്ഞിട്ടില്ലേ പറഞ്ഞേ. അപ്പൊ ഖത്മുൻ നുബുവത്ത് എന്ത് അന ഖാത്തിമുൽ അംബിയായി, എന്താണ് ലാ നബിയ്യ ബഅദി, അതുപോലത്തെ എന്താണ് ഹദീസും ആയത്തും ഒക്കെ കൊണ്ട് ഖത്മുൻ നുബുവത്ത് ഉമ്മത്തിന് പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരാൾ കള്ളപ്രവാചകനായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെന്താ തെളിവെന്ന് തന്നെ ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ മുർത്തദ്ദായി പോകുന്നു. അല്ല, ചിലർ പറഞ്ഞിട്ടുണ്ട് അയാളെ ഒന്ന് ഇൽസാം ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇൽസാം ചെയ്യാൻ വേണ്ടി അല്ലാതെ, അയാളെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലാതെ ചോദിക്കാൻ തന്നെ പാടില്ല, സാധ്യതയില്ലാത്തതുകൊണ്ട്. ഇൽസാം ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ മുർത്തദ്ദാവൂല എന്നൊരു അഭിപ്രായം ഉണ്ട് അവിടെ, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ഉറപ്പാണ്. അപ്പൊ ഈ പറയുന്ന അതല്ല നമ്മള് അന റസൂലുള്ള, നമ്മള് മുഅ്ജിസത്ത് ഖത്മുൻ നുബുവത്തിന്റെ ശേഷമുള്ള വർത്താനൊന്നും അല്ലല്ലോ പറയുന്നത്. ആദം നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ടുള്ളതല്ലേ പറയുന്നത്. അന റസൂലുള്ളാഹി എന്നൊരാൾ പറഞ്ഞാൽ അതിന് രണ്ട് സാധ്യതയുണ്ട്. മറ്റേത് പിന്നെ മഹാലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൻ നബീൻ ആയതുകൊണ്ട് അതിന്റെ ശേഷം വന്ന ഈ കൗല് എന്തിന് സാധ്യതയില്ലാതായതാ, അത് പുറമേ ഉള്ളൊരു കാര്യമാണ്. അന റസൂലുള്ളാഹി എന്ന് പറയുന്നതും അന റബ്ബുക്കും അല്ലെങ്കിൽ അന ഇലാഹുക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം. അന ഇലാഹുക്കും എന്ന് പറഞ്ഞത് കള്ളാണ്, അത് എന്ന് മുതൽ പറഞ്ഞാലും. ആദം നബിയുടെ കാലം മുതൽ ഇങ്ങോട്ട് എന്നവരെ പറഞ്ഞാലും കള്ളം. മറ്റേതാണെങ്കിലോ അതിലേക്ക് നോക്കുമ്പോൾ സാദിഖാകാനും കരുതാകാനും സാധ്യതയില്ല. അപ്പോൾ സാദിഖാണെന്നുള്ളതിന് തെളിവ് വേണം. മറ്റൊടുത്ത് നീ എന്ത് തെളിവ് വെച്ചിട്ടും കാര്യമില്ല. അത് ഇസ്തിദ്റാജ്, അള്ളാന്റെ പരീക്ഷണം എന്നാണ്. പരീക്ഷണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവനിങ്ങനെ അഹങ്കരിച്ചിട്ടല്ലേ ഇത് പറയുന്നത്. ഇവന്റെ അഹങ്കാരം എത്രത്തോളം പോവുക എന്ന് നോക്കുകയാണ്. അതിനെന്ത് ചെയ്യും? അല്ലാഹു തആല അങ്ങനെ വിട്ടുകൊടുക്കും. അതാണ് ഇസ്തിദ്റാജ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ബാക്കി ഇതിന് ശേഷം വരും. ഇപ്പൊ പിന്നെ 3 എണ്ണായില്ലേ. പിന്നെ ഇനി അപ്പൊ ഇങ്ങനെ ഇൽമൊന്ന് കിട്ടും. ഇനി ഇത് ഇസ്തിദ്ലാലിയാണെന്ന് പറയാൻ കാരണം എന്താ? അമ്മാന്നഹു ഇസ്തിദ്ലാലിയുൻ ഫലി തവഖുഫിഹി അലൽ ഇസ്തിദ്ലാലി. മുമ്പ് നേരത്തെ എന്താണ് ഖബർ മുത്തവാത്തിർ പറഞ്ഞപ്പോ പിന്നെ ഇസ്തിദ്ലാലിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ലറൂരിയായിട്ട് കിട്ടുന്നതാണ്. കാരണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. സബീജിനും അല്ലാത്തവർക്കൊക്കെ മുസ്തദിലും അല്ലാത്തവരും ആയ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതങ്ങനല്ല. ഇത് ഒരു ദലീല് വേണം. ആ ഇസ്തിദ്ലാലിന്റെ വിശദീകരണം തഫ്സീറാ പിന്നെ പറയുന്നത്. എന്താ ഇസ്തിദ്ലാല്? വസ്തിഹ്ലാരി അന്നഹു ഖബറു മൻ സബത്തത് റിസാലത്തുഹു ബിൽ മുഅ്ജിസാത്തി വകുല്ലു ഖബറിൻ ഹാദാ ശഅനുഹു പിന്നെ വഹുവ സാദിഖുൻ ഫമദ്മൂനുഹു വാഖിഉൻ. ഇങ്ങനെ ഒരു കളിയെ കൂട്ടണം. അതായത് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു നിൽക്കുക ഒരു നബി വന്നിട്ട്, അല്ലെങ്കിൽ എന്താണ് കുത്തിബ അലൈക്കും അസ്സിയാമു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ വാക്ക് അതിന്റെ ദാത്തിലേക്ക് മാത്രം നോക്കിയാൽ ഇൽമൊന്നും കിട്ടൂല.
അതിന്റെ ഭാഗത്തിലേക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന ആൾ ആരും എന്ത് ഒരു നബിയായി അല്ലെ വേറൊരാളായി എങ്ങനെയൊക്കെ നോക്കിയാൽ എന്തില്ല ഇൽമു കിട്ടൂല. അങ്ങനെ ലറൂരിയായ ഇൽമു കിട്ടുന്നില്ല. പിന്നെ ഇൽമു കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ ആള് എന്താണ് മുഅ്ജിസത്ത് കൊണ്ട് അയാളെ സിദ്ഖുൽ റിസാലത്ത് സ്ഥിരപ്പെട്ട ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഒരു ഇസ്തിഹ്ലാർ വേണം. ആ ഒരു പരിഗണന കൊടുത്തെങ്കിലേ ഈ പറഞ്ഞ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ കുത്തുബ അലൈക്കും അങ്ങനെ തുടങ്ങിയ എന്ത് ഖബറാ പറയുന്നത് എന്ന് വെച്ചാൽ അത് ശരിയാന്ന് വരുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാന്ന് വരൂല. അപ്പൊ ഇതിനാ ഇസ്തിദ്ലാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ലാലിന്റെ കളിയ കൂട്ടിയിട്ട് തന്നെ പറഞ്ഞു എന്ത് ഈ നബി പറഞ്ഞത് എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഈസാ നബി അലൈഹി സ്വലാം അല്ലെ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ ഇവർ പറഞ്ഞത് ഖബറുമൻ സബത്തത്ത് റിസാലത്തുഹു ബിൽ മുഅ്ജിസാത്തി. ഈ പറയുന്നത് ആരാ? ഈ ആള് മുഅ്ജിസത്ത് കൊണ്ട് അയാളുടെ റിസാലത്ത് സ്ഥിരപ്പെട്ട ആളാണല്ലോ ഈ സംസാരിക്കുന്നത്. അപ്പോൾ കുല്ലു ഖബറിൻ ഹാദാ ശഅ്നുഹു, ഏതൊരു ഖബറും ഇങ്ങനെയാണെങ്കിൽ, അതായത് അത് ഖബറുമൻ സബത്തത്ത് റിസാലത്തുഹു ബിൽ മുഅ്ജിസാത്ത് ആണെങ്കിൽ ഫഹുവ സാദിഖുൻ എന്നാണ് ഇസ്തിദ്ലാൽ. അപ്പൊ നതീജ എന്ത് കിട്ടും? ഖബറുഹു എന്ത് സാദിഖുന്ന് കിട്ടും. ഖബറുഹു സാദിഖുൻ നതീജ വേണ്ടേ? ഇത് ദലീലല്ലേ ഉള്ളൂ. അപ്പൊ മുഖദ്ദിമ മാത്രമല്ലേ പറയുള്ളൂ. ഖബറു ഫഹുവ സാദിഖുൻ വ മദ്മൂനുഹു വാഖിഉൻ എന്നിങ്ങനെ എന്തായി ഇസ്തിദ്ലാൽ, അതായത് കളിയ കൂട്ടി ദലീൽ ഉണ്ടാക്കണം, എന്നാലേ എന്താവുള്ളൂ ഇൽമു കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇസ്തിദ്ലാൽ എന്ന് പറയുന്നത്. ഇസ്തിഹ്ലാർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൊണ്ടുവരുന്നു, മനസ്സിൽ ഹാജറാണ്. ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു ശ്രദ്ധ കൊടുക്കണം, എന്നാലേ എന്താവുള്ളൂ ഇതുകൊണ്ടിട്ടുള്ള ഇൽമു കിട്ടുള്ളൂ. പറഞ്ഞ ആള് പറഞ്ഞത് കൊണ്ട് ഇൽമു കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൽമ എന്തായി? ഇസ്തിദ്ലാലിയായി. മദ്മൂനുള്ളടക്കം സാദിഖാണ്. പറഞ്ഞത് വാക്യാണ്, ആള് പറയുന്നതിന്റെ മദ്മൂന് വാക്യാണ്, സംഭവിക്കാൻ നെയ്യും, സംഭവിക്കാതിരിക്കൂല എന്ന്. ഇനി വല്ലിൽ മുസ്താബിത്തു ബിഹി ഇരിക്കും. വല്ലിൽ മുസ്താബിത്തു ബിഹി യുലാഹി അല്ലിൽ മുസ്താബിത്ത ബിൽ ദറൂറത്തി ഫി തയഖുനി വസ്സബാത്തി. അതായത് ഇസ്തിദ്ലാലിയായ ഇൽമു എന്ന് പറഞ്ഞപ്പോ ഈ ഖബറുർ റസൂൽ ഇസ്തിദ്ലാലിയായ ഇൽമാകുന്നതോട് കൂടെ തന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ ഇസ്തിദ്ലാലിയായ ഇൽമു പോലെയല്ല, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അതാ ഇനി വിശദീകരിക്കുന്നു. വല്ലിൽ മുസ്താബിത്തു ബിഹി അതാ ബയാനു ഖുസൂസിയ്യത്തിൽ ഇൽമിൽ ഇസ്തിദ്ലാലിയിൽ ഹാസിലി ബി ഖബറിർ റസൂലി ബൈന സായിരിൽ ഉലൂമിൽ ഇസ്തിദ്ലാലിയ്യത്തി എന്ന് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് വല്ലിൽ മുസ്താബിത്തു ബി. ഖബറുർ റസൂൽ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ ഇൽമുൽ ഇസ്തിദ്ലാലി അത് യുലാഹി, അത് സാദൃശ്യമാകും, യുഷാബിഹു. പിന്നെ എന്തിനോട് സാദൃശ്യമുണ്ട്? അൽ ഇൽമ സാബിത്ത ബിൽ ലറൂറത്തി, ലറൂരിയായ ഇൽമിനോട് ശിബുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഇസ്തിദ്ലാലിയിനേക്കാൾ ഖുവ്വത്ത് കൂടിയതാണ്. ഇസ്തിദ്ലാലിയും ലറൂരിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോ ഇത് ഇസ്തിദ്ലാലി ആണെങ്കിലും എന്തിനോട് അടുത്തതാണ്? ലറൂരിയായ ഇൽമിനോട് അടുത്തതാണ്. അപ്പൊ ലറൂരിന്റെയും എന്ന പോലെ ഇസ്തിദ്ലാലിന്റെയും ഇടയിലുള്ളൊരു മർത്തബയാണ് നിർത്തത്. ഹവാസ് കൊണ്ട് കിട്ടുന്നത് ലറൂരിയായ ഇൽമാണെന്ന് പറഞ്ഞ്, മുത്തവാത്തിർ കൊണ്ട് കിട്ടുന്നത് ലറൂരിയായ ഇൽമാണെന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ ശേഷമുള്ള ഒരു മർത്തബയാണ്. എന്നാൽ മറ്റ് ഇസ്തിദ്ലാലിയായ ഇൽമിനേക്കാൾ മുകളിലുള്ളൊരു മർത്തബയാണ്. എന്ത് വിഷയത്തില്? ബിൽ അൽ ഇൽമി സാബിത്ത് ബിൽ ദറൂറത്തി എന്ന് പറഞ്ഞു, യുലാഹി അൽ ഇൽമ സാബിത്ത ബിൽ ദറൂറത്തി എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. കൽ മഖ്സൂസാത്തി, മഖ്സൂസാത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഹവാസും ഹംസും കൊണ്ട് കിട്ടുന്ന ഇൽമുകൾ എന്താണ്? ലറൂരിയാണ്. പിന്നെ വൽ ബദീഹിയാത്തി വൽ മുത്തവാത്തിറാത്തി, അതായത് നളരിയാത്തിൽ നിന്നുള്ള ബദീഹിയാത്ത്, നളരിയാത്തിൽ നിന്നുള്ള തസ്ദീഖിൽ നിന്നുള്ള, അല്ലേ തസ്ദീഖല്ലേ നളരി എന്ന പോലെ. തസ്ദീഖ് തസവ്വുർ എന്ന് പറഞ്ഞത് അത് ബദീഹിയൻ നളരിയുണ്ട്. അപ്പൊ അതിലെ ബദീഹിയൻ നളരിയിലെ ബദീഹിയാത്തുകൾ, അതുകൊണ്ട് ലറൂറത്തിന്റെ ഇൽമ കിട്ടുക. പിന്നെ മുത്തവാത്തിറാത്ത്, അതുകൊണ്ട് എന്താണ്? ലറൂരിയായ ഇൽമാണ് കിട്ടുന്നത്. അപ്പൊ അതിനോട് ശിബുള്ളതാണ് എന്ത് വിഷയത്തിൽ? ഫി തയഖുനി വസ്സബാത്തി, തയഖുന് ഉറപ്പ്, സബാത്ത് സ്ഥിരപ്പെടുക എന്നൊക്കെ അതിന്റെ അർത്ഥം പിന്നെ വിശദീകരിച്ചായി. അദിമിഹ്തിമാലിൻ നഖീലി, നഖീലിന് സാധ്യതയില്ല, അതാണ് യഖീനിന്റെ അർത്ഥം.
ഈ പറഞ്ഞതിൻ്റെ നേരെ എതിരിന് യാതൊരു സാധ്യതയില്ല. അവസബാത്തി ആദ്യം ഇഹ്തിമാലി സവാലി, സബാത്ത് സ്ഥിരപ്പെടുക സ്ഥിരമാകുക എന്നൊക്കെ. അതിൻ്റെ അർത്ഥം എന്താ? നീങ്ങിപ്പോകാനുള്ള സാധ്യത ഇല്ലാതിരിക്കുക. എങ്ങനെ നീങ്ങിപ്പോകുക? ബി തസ്കീക്കിൽ മുഷക്കിക്ക്, ഒരാളൊന്ന് സംശയം ഉണ്ടാക്കിയപ്പോൾ ഇല്ലാതായി പോകുന്നതല്ല. അപ്പോൾ ഇവന് സംശയം തോന്നാൻ പാടില്ല. സംശയം തോന്നിയാൽ അപ്പോൾ സബാത്തില്ല എന്നർത്ഥം, അപ്പോൾ ഇൽമാവൂല. പിന്നെ അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് തയക്കുനു സബാത്ത്? തയക്കുന്റെ അർത്ഥം പറഞ്ഞു അദ്മ ഇഹ്തിമാലി നഖീല് വസ്സബാത്തി അദ്മ ഇഹ്തിമാലി അസ്സവാലി. അപ്പൊ നഖീലക്ക് ഇഹ്തിമാലില്ല എന്ന് പറഞ്ഞതും എന്ന പോലെ സവാലിന് ഇഹ്തിമാലില്ല എന്ന് പറഞ്ഞത് ഇൽമിന്റെ രണ്ട് സ്വഭാവമാണത്. ഇൽമ് യഖീന് എന്നല്ലേ? ഇത് രണ്ടിനും സാധ്യത എന്ന് പറഞ്ഞ് രണ്ടാലൊന്നിന് സാധ്യത ഉണ്ടെങ്കിൽ അത് എന്നാകുക. എന്നല്ല ഹാദിർ ഇൻദീഹിനുള്ള എന്നല്ലാതെ യഖീനാകലപ്പെഴാ അല്ലെങ്കിൽ ഇൽമാകലപ്പെഴാ ഇന്റെ ആദ്യമ ഇഹ്തിമാലി നഖീല് ഇന്റെ ആദ്യമ ഇഹ്തിമാലി സവാലി എന്നാണ് ഈ തസ്ദീഖിൽ മുശക്കിക്ക്. അപ്പൊ ബഹുവ ഇൽമും ബിമാനൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ ജാസിമി സാബിത്തി. പിന്നെ അപ്പൊ ഈ പറഞ്ഞ ഏത് പിന്നെ ഖബറുർ റസൂൽ കൊണ്ട് സ്ഥിരപ്പെട്ട ഇൽമു ബഹുവ, ആ ഖബറുർ റസൂൽ കൊണ്ട് സ്ഥിരപ്പെട്ട ഇൽമ് ബിമാനൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ ജാസിമി സാബിത്തി. ഇഅ്തിഖാദ് അതിന്റെ അർത്ഥത്തിനായി ഇൽമു എന്ന് പറയുന്നത്. ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ അഖ്ദുൽ ഖൽബ് എന്നല്ലേ? ഖൽബ് കൊണ്ട് ഉറപ്പിക്കുക എന്നാണ് ജസ്മു എന്നാണ്. പിന്നെ അൽ മുതാബിഖ് അതെന്താകണം? വാക്കയിനോട് യോജിച്ചതാകണം. അൽ ജാസിം അസാബിത്ത് ജസ്മു വേണം, എന്ന പോലെ സബാത്ത് വേണം. ഇതൊക്കെ ഉണ്ടായിരിക്കണം. ജസ്മു ഉണ്ടാകലെപ്പോഴാ? അത് നഖീൽ ഇഹ്തിമാലില്ലായിരിക്കുമ്പോൾ. സബാത്ത് ഉണ്ടാകല് സവാലിന് സാധ്യത ഇല്ലായിരിക്കുമ്പോൾ. അപ്പൊ ഈ പറഞ്ഞ നിലയിലുള്ള ഇഅ്തിഖാദ് എന്നാണ്, ആ അർത്ഥത്തിനാണ് ഇൽമു എന്ന് പറയുന്നത്. വയില്ല അങ്ങനെയല്ലെങ്കിൽ മുത്താബിഖുല്ലിൽ വാക്കി അല്ലെങ്കിൽ ലക്കാന ജഹ്ലൻ, അത് ജഹ്ലാവും. നല്ല ഉറപ്പ് തന്നെയാണ്, യഖീനൊക്കെ ഉണ്ട്. പക്ഷെ ആ വാക്കയിനോട് യോജിച്ചല്ലെങ്കിൽ അതിന് ഇൽമു എന്നല്ല പറയാം, ജഹ്ലു എന്നാണ് പറയാ. ഇവിടെ എന്താണ് മുശ്രിക്കീങ്ങൾക്ക് അവരുടെ ആലിഹത്തിനെ കുറിച്ചുള്ള വിശ്വാസം അങ്ങനെയല്ല, നല്ല ഉറപ്പിൽ തന്നെയാണ് അവരുള്ളത്. അത് ഇൽമല്ല, അത് ജഹ്ലാണ്, വാക്കയിനോട് യോജിച്ചിട്ടില്ല. എന്ന പോലെ ജാസിമും സാബിത്തും ആയില്ലെങ്കിലോ ഔ ലന്നൻ, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മുത്താബിക്കും ആയിട്ടില്ല, ജാസിമും ആയിട്ടില്ല, സാബിത്തും ആയിട്ടില്ല. എന്നാല് മുത്താബിക്ക് അല്ലെങ്കിൽ ജഹ്ലാവും. സാബിത്ത ജാസിമല്ല എന്നുണ്ടെങ്കിൽ ലന്നാവും, സാബിത്തും അല്ല എന്നുണ്ടെങ്കിൽ ലന്നാവും. ഔ തഖ്ലീദൻ, അല്ലെങ്കിൽ തഖ്ലീദാവും എന്നാ. ഇഅ്തിഖാദ് മുത്താബിക്ക് എന്ന് പറഞ്ഞ് രണ്ട് നിലക്ക് വരാം. അത് ലന്നായിട്ടും വരാം, അല്ലെങ്കിലോ തഖ്ലീദായിട്ടും വരാം. രണ്ടായാലും ജസ്മും സുബൂത്തും ഉണ്ടാവൂല എന്നാണ്. പക്ഷെ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തഖ്ലീദിൽ ചിലപ്പോൾ എന്ത് വരാം? ജസ്മു വരാം എന്നാണ്. പിന്നെ അല്ലെങ്കിൽ മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവൂല എന്നൊരു, ഈമാനിന് ജസ്മു ഉണ്ട്. അത് വിശദീകരിച്ചിട്ട് പിന്നെ ഇസാമുദ്ദീൻ എഴുതിയിട്ടുണ്ട്. വയില്ല വയില്ലം യകുനിൽ ഇഅ്തിഖാദ് മുത്താബിഖൻ ജാസിമൻ സാബിത്തൻ ലക്കാന ജഹ്ലൻ, ജഹ്ലാകലെങ്ങനെ? ബിന്തിഫായിൽ മുത്താബഖത്തി, മുത്താബഖത്തില്ലാത്തോണ്ട് ജഹ്ലാവും. അപ്പൊ ഇഅ്തിഖാദുണ്ട്, പക്ഷെ വാക്കയിനോട് യോജിച്ചതല്ല, അപ്പൊ അത് ഇൽമല്ല, ജഹ്ലാണ്. ഔ ലന്നൻ ബിന്തിഫായിൽ ജസ്മി, അല്ലെങ്കിൽ ജസ്മില്ലാത്ത കാരണത്താൽ ലന്നായിപ്പോയി. ഔ തഖ്ലീദൻ, അല്ലെങ്കിൽ തഖ്ലീദാണ് ബിന്തിഫായി അസ്സബാത്തി എന്നാണ്. ഫൽ മഖ്സൂദു ബിഹി ബയാനു ഫായിദത്തി ഖുയൂദി തഅരീഫി. അപ്പൊ തഅരീഫിന്റെ ഖൈദുകളിലെ ഫായിദ വിശദീകരിക്കാനാണ് പിന്നെന്ത് പറഞ്ഞത്? വയില്ലാലക്കാന ജഹ്ലൻ ഔ ലന്നൻ ഔ തഖ്ലീദൻ എന്നിങ്ങനെ പറഞ്ഞത് എന്താണ്? ഇതിന്റെ ഫായിദ വിശദീകരിക്കാനാണ്. പിന്നെ വബിഹാദൻ ദഫഅന്നാ ലാ നുസല്ലിമു അന്നഹു ലൗ ലം യകുനിൽ ഇൽമു ബിമഅനൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ ജാസിമി സാബിത്തി ലക്കാന അഹദൽ ഉമൂരി സലാസത്തി. ഈ പറഞ്ഞ മൂന്നിലൊന്ന് തന്നെ ആകണമെന്നില്ല, അതിന്റെ അപ്പുറത്ത് വേറെ ആകാം. ഇപ്പൊ പറഞ്ഞ മൂന്നിലൊന്നാവുന്നല്ലേ? ബൽ ജാസ അയ്യക്കൂന ശക്കൻ, ശക്കായാലും ഈ പറഞ്ഞില്ലല്ലോ. ഔ വഹുമൻ, അല്ലെ വഹുമായാലും ഇല്ലല്ലോ. ബിന്ദിബായിൽ ഇഅ്തിഖാദി, അവിടെ ഇഅ്തിഖാദില്ലാത്തോണ്ട് ആ ശക്കിലും വഹുമിലും ഒന്നും ഇഅ്തിഖാദ് ഉണ്ടാവൂല. എന്നാല്
ലന്നാകുന്ന സ്ഥലത്ത് എന്താവും, ചിലപ്പോൾ ഈത്തിഖാദുണ്ടാവും. അപ്പോൾ ഈത്തിഖാദിന് ശേഷമാണ് ഈ പറഞ്ഞ മൂന്നിലൊന്നാകണം എന്ന് പറഞ്ഞത്. പിന്നെ വയലം മന്നൽ മുറാദ ബിൽ ഈത്തിഖാദി അൽ ഹുക്മു സിഹ്നിയുൽ ജാസിം അവി റാജിഹ് ലിയഅമൽ ഈത്തിഖാദ് അൽ മശ്ഹൂറ വഹുവ ഹുക്മുൻ ജാസിമുൻ യഖ്ബലു തശ്കീക എന്ന് പറഞ്ഞു. ഈത്തിഖാദിന്റെ അർത്ഥം അങ്ങനെയാണ്. പിന്നെ അപ്പോഴാണെന്ത് ലന്നി ചിലപ്പോൾ ഈത്തിഖാദായി വരിക. ഇനി ഫൈൻ ഖീല ഹാദാ ഇന്നമാ യകൂനു ബിൽ മുതവാത്തിരി ഫഖത്ത് ഫയർജു ഇലൽ ഖിസ്മിൽ അവ്വൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈൻ ഖീല ഫഇദാ കാന മുതവാത്തിറൻ ഔ മസ്മൂഅൻ മിൻ ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഇൽമുൽ ഹാസിലു ബിഹി ലറൂരിയ്യ. ഇങ്ങനെ രണ്ടു മൂന്ന് എഴുത്തറാളും മറുപടിയാണ് ഈ പറയുന്നത്. ഈ എഴുത്തറാളും മറുപടിയും ഇപ്പൊ അവസാനം പറഞ്ഞ വല്ലിൽ മുസാബിത്തു ബിഹി യുലാഹി അൽ ഇൽമ സാബിത്ത ബിൽ ലറൂറത്തി ഫി തയഖുനി വസ്സബാത്തി. അതാണ് ഇപ്പൊ അവസാനം പറഞ്ഞത്. അതുമായിട്ട് ബന്ധിക്കുന്നല്ല, അതിന് മുമ്പ് പറഞ്ഞതുമായിട്ട് ബന്ധിക്കുന്നതാണ്. ഇപ്പൊ അവസാനം പറഞ്ഞത് പിന്നെ ഖബറുർ റസൂൽ കൊണ്ട് സ്ഥിരപ്പെടുന്ന ഇൽമ ഏതാണ്? ഇൽമാണ്, എന്നാൽ ഇസ്തിദ്ലാലിയാണ്. അതിന് മുമ്പ് ഉള്ള പറഞ്ഞതോ ഖബർ മുത്തവാത്തിർ കൊണ്ട് സ്ഥിരപ്പെടുന്നത് ഇൽമാണ്, ലറൂരിയാണ് എന്നതിന് പുറമെ പിന്നെ പറഞ്ഞതാണ് ഇത് ഇസ്തിദ്ലാലിയാണെങ്കിലും ലറൂരിയിനോട് തുല്യമാണ്. ഏകദേശം അതുപോലെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഏകദേശം അതുപോലെ എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഇത്തറാളൊന്നല്ല ഈ ഫൈൻഖീല എന്ന് പറയുന്നത്. അതതിന് മുമ്പ് പറഞ്ഞതാണ്. അപ്പോ അതവിടെ വിസാമുദ്ദീൻ എഴുതിയിട്ടുണ്ട്. ലാ യഖ്ഫ അന്ന മാ ദക്കറഹു മിനൽ അസ്ഇലത്തി വൽ അജ്വീബത്തി. ഈ ഫൈൻഖീല എന്നുള്ളത് പിന്നെ രണ്ടുമൂന്നെണ്ണുണ്ട്. ആ പറഞ്ഞ സുആലും ജവാബും ഒന്നും ലാ ദഖല ബിഹാ ലി ഖൗലിഹി വല്ലിൽ മുസാബിത്തു ബിഹി യുലാഹിൽ ഇൽമ സാബിത്ത ബിൽ ലറൂറത്തി ഫി തയഖുനി വസ്സബാത്തി എന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. വഇന്നമായ മുതഅല്ലിഖത്തും ബിമാ ഖബ്ലഹു. ഇതിന് മുമ്പുള്ളതുമായിട്ട് ബന്ധിച്ചാണ്. ഫയസ്തഹിഖു തഖദീമു അലൈഹി എന്ന് ഉപരി പറയുന്നുണ്ട്. അപ്പോൾ വേണമെന്നില്ല, ഒരു വിഷയത്തിന്റെ ബാക്കിയൊക്കെ പറഞ്ഞു തീർന്നിട്ട് പിന്നെ ആദ്യത്തേലുള്ള ഇത്തറാൾ പറയാലോ. ഈ പറഞ്ഞതിന്റെ ബാക്കിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് അതിന്റെ അപ്പുറത്ത് തന്നെ പറഞ്ഞോണമെന്നൊന്നുമില്ല. എസ്തഹിഖു എന്ന് പറയാനൊന്നുമില്ല. പിന്നെ മഹ്സൂലുൽ ഇറാദി, ഈറാദിന്റെ എന്താണ് ഈറാദില്ല പോലെ ഒന്നാമത്തെ ഫൈൻഖീല ഹാദാ ഇന്നമാ യകൂനു ബിൽ മുതവാത്തിരി ഫഖത്ത് എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? അന്ന ഇഫാദത്ത ഖബറിർ റസൂലിൽ ഇൽമ ഇന്നമാ ഹുവ ബിൽ മുതവാത്തിരി. ഖബറുർ റസൂല് ഇൽമിനെ ഫായിദപ്പിക്കും എന്ന് പറഞ്ഞാൽ ഖബറുർ റസൂല് രണ്ടിനും ഉണ്ടല്ലോ. മുതവാത്തിറും ഉണ്ട്, ഗൈറു മുതവാത്തിറും ഉണ്ട്. ഖബർ ആഹാദുല്ലേ. അപ്പോൾ ഖബർ ആഹാദ് മുതവാത്തിർ ഉണ്ടായിരിക്കെ എല്ലാ ഖബറുർ റസൂല് കൊണ്ടും എന്ത് കിട്ടുന്നില്ല? ഇൽമു കിട്ടുന്നില്ല. പിന്നെ ഏതുകൊണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ? മുതവാത്തിർ കൊണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണ് പിന്നെ ഈ ഖബറുർ റസൂല് എന്ന് പറഞ്ഞത് അത് മുതവാത്തിർ ആണെങ്കിൽ ആദ്യം മുതവാത്തിർ എന്ന് പറഞ്ഞതിൽ പെട്ടല്ലോ. അപ്പൊ പിന്നെ വൽ ഖബറു സാദിഖു അലാ നൗഐനി എന്ന് പറഞ്ഞിട്ട് പറയാനുണ്ടാവില്ലല്ലോ. വൽ ഖബറു സാദിഖു ഹുവൽ മുതവാത്തിർ, അത്രേ ഉള്ളൂ. സവാഉൻ കാന ഖബറർ റസൂലി ഔ ഗൈറഹു, ഇങ്ങനെ പറയാനുണ്ടാവുള്ളൂ. ഇതാണ് ഇത്റാദ്. അതാ പറയുന്നത് ഈ ഇഫാദത്തു ഖബറിർ റസൂലിൽ ഇൽമ ഇന്നമാ ഹുവ ബിൽ മുതവാത്തിരി. ഖബറുർ റസൂൽ ഇൽമിനെ ഫായിദപ്പിക്കൽ മുതവാത്തിറായ ഖബറാകുമ്പോഴാണ്. ഫലാ യസിഹു അദ്ദു ഖബറിർ റസൂലി മുത്ലഖൻ മിൻ അസ്ബാബിഹി. അപ്പോൾ ഖബറുർ റസൂലിനെ മുത്തലക്കായി പരിഗണിച്ചിട്ട് മുത്തവാത്തിർ ആണ് അല്ല എന്ന പരിഗണന ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു? മുത്തലക്ക് ഖബറുർ റസൂലിനെ അസ്ബാബുൽ ഇൽമിൽ പഠിച്ചത് ശരിയായില്ലല്ലോ. പിന്നെന്ത് വേണമായിരുന്നു? ഖബറുർ റസൂലിൽ മുത്തവാത്തിരിന്ന് കൈതാക്കണം. അത് അസ്ബാബുൽ ഇൽമിൽ പെട്ടാണ്. അപ്പൊ അങ്ങനെ കൈതാക്കണമായിരുന്നു. അങ്ങനെ കൈതാക്കാതെ പറഞ്ഞത് ശരിയായില്ലല്ലോ. അങ്ങനെ കൈതാക്കിയാലോ അപ്പൊ വേറെ കുഴപ്പം വരുമ്പോൾ ദാലിക്കൽ മുത്തവാത്തിറു യർജിഉ ഇലൽ ഖിസ്മിൽ അവ്വലി. അപ്പൊ അത് ഒന്നാം ഖിസ്മിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ പിന്നെ ഇത് പരിഗണിക്കാൻ തന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്തരിജു തഹത്തഹു ഫലാ യസിഹു അദ്ദുൽ മുത്തവാത്തിരി മിൻഹു ഖിസ്മൻ മിനൽ ഖബരി സാദിഖി ഖസീമൻ ലിൽ ഖബറിൽ മുത്തവാത്തിരി. അപ്പൊ ഈ ഖബറുർ റസൂലിലെ മുത്തവാത്തിറിനെ ആദ്യം പറഞ്ഞ മുത്തവാത്തിറിന്റെ ഖസീമായി എണ്ണയിൽ ശരിയാകുകയില്ല. ഇപ്പൊ ഇവിടെ മുത്തവാത്തിർ എന്ന് കൈതാക്കിയാൽ ആദ്യം എന്താണ്?
ഖബർ സാദിഖ് അലാ നൗഅൈനി അഹദുഹുമാൽ ഖബറുൽ മുത്തവാത്തിർ, പിന്നെ ഖബറുർ റസൂലിൽ മുത്തവാത്തിർ, അത് രണ്ടാമത്തെ. അപ്പൊ ഈ രണ്ടും കസീമായിട്ട് ശരിയാവില്ലല്ലോ, ഈ പറയുന്നതന്നെ ഞാൻ പറയുന്നു. അപ്പൊ അങ്ങനെ കൈതാക്കണമായിരുന്നു, കൈതാക്കിയാലാണെങ്കിലോ അത് കസീമായി പരിഗണിക്കലും ശരിയാവൂല എന്നതാണെന്ത് ഈ ഇത്തിറാദിന്റെ ഖുലാസ. ഏതാണ് മുഹസ്സലുൽ ജവാബ് അതിന്റെ ശേഷം പറയുന്നു. മഹ്സൂലുൽ ജവാബ് അന്നൽ കലാമ ബിമാ ഉലിമ അന്നഹു ഖബറുർ റസൂൽ ലാ ഫി ഖബറിർ റസൂലി മുത്ലഖൻ വമാ ഉലിമ ലാ യൻഹസറു ഫിൽ ഖബറിൽ മുത്തവാത്തിരി. അതായത് ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നാണ്, ഇൽമിനെ ഫായിദപ്പിക്കുമെന്നാണ്. ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെടൽ എങ്ങനെ? അത് ഖബർ മുത്തവാത്തിർ കൊണ്ടാകാം. അതായത് മുത്തവാത്തിറായ സനദ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഇങ്ങോട്ട് വന്നു. എന്നാലെന്താ, ഇത് ഖബറുർ റസൂലാന്ന് അറിയപ്പെട്ടതാണ്. ഇനി അല്ലെങ്കിൽ ഒരാൾ നേരെ കേട്ടതാണ്. അവിടെ ഖബർ എന്ത് തവാത്തുറും ഇല്ല അഹാദും ഒന്നുമില്ലല്ലോ, നേരെ കേട്ടല്ലേ. സനദുണ്ടെങ്കിലല്ലേ തവാത്തുറാണ് അഹാദാണോ എന്നൊക്കെ പറയാം. നേരെ കേട്ടാൽ ഇത് അല്ലാന്റെ കോലാന്നുള്ള ഉറപ്പല്ലേ. അപ്പൊ തവാത്തുർ വേണമെന്നില്ല. ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെട്ടാൽ അത് ഇൽമിനെ ഫായിദപ്പിക്കും. ഖബറുർ റസൂലാണെന്ന് അറിയലെങ്ങനെ? അത് ചിലപ്പോൾ തവാത്തുറായ സനദ് കൊണ്ടാകാം, അല്ലെങ്കിൽ നേരെ എന്തായി കേട്ടതാകാം, അല്ലെങ്കിൽ ഇനി ഇൽഹാമ കൊണ്ടും ആകാം. നേരെ കേട്ടതൊന്നുമല്ല. സനദാണെങ്കിലോ മുത്തവാത്തിറായ സനദിലൂടെ റിവായത്ത് ചെയ്യപ്പെടുന്നതുമല്ല. ഒരു ഹദീസിന്റെ മത്തിന് അത് മുത്തവാത്തിർ അല്ലാത്ത ഒരു സനദിലൂടെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് തന്നെയാണ്, ഇത് ഖബറുർ റസൂൽ തന്നെയാണ്, നബി പറഞ്ഞതാണ് എന്ന് ഇൽഹാമായിട്ട് കിട്ടാനും സാധ്യത ഉണ്ട്. അത് പിന്നെ അങ്ങനെ സാധ്യമാണോ അല്ലേ എന്നൊരു ഖിലാഫുണ്ട്. അതിനവിടെ സാരിൻ നമുക്കാണ് കൈത് കൂട്ടിയ പറഞ്ഞു. അപ്പൊ ഈ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഖബറുർ റസൂലാണെന്ന് അറിയപ്പെട്ടാൽ ഇനി എന്താ, അപ്പൊ അതിന്റെ മദ്മൂന് കൊണ്ടുള്ള ഇൽമ് അത് ഇൽമാണ് എന്നല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതാ ഒന്നാമത്തെ ഇത്രാൾ വൈകയില. അതാ ഇന്നമായക്കൂന് ബിൽ മുത്തവാത്തിരി. അതാന്ന് പറഞ്ഞാല് ആ ഖബറുർ റസൂല് ഇൽമിനെ ഫായിദപ്പിക്കൽ പിന്നെ എവിടെ മാത്രമാണ്? ബിൽ മുത്തവാത്തിരി ഫഖത്ത്. അതായത് മുത്തവാത്തിറായ ഖബറുർ റസൂലിൽ മാത്രമാണല്ലോ. ഇപ്പൊ എർജിയോ അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ഖിസ്മിലേക്ക് തന്നെ മടങ്ങിയില്ലേ. അപ്പൊ പിന്നെ ആദ്യം മുത്തവാത്തിർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖബറുർ റസൂലിൽ മുത്തവാത്തിരി എന്ന് പറയാനുണ്ടാവില്ല. ഖബറുർ റസൂൽ ആയാലും അല്ലെങ്കിൽ മുത്തവാത്തിറിലേക്ക് മടങ്ങിയല്ലോ. ആദ്യം മുത്തവാത്തിർ എന്ന് പറഞ്ഞിട്ട് കൈതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് ഇസ്കാല്. കുല്ല അതിന് മറുപടി പറഞ്ഞു, അൽ കലാമു ഫീമാ ഉലിമ അന്നഹു ഖബറുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണെന്ന് അറിയപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അത് എങ്ങനെ അറിയപ്പെടുക? ബിയൻ സമിയ മിൻ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് നേരെ കേട്ടു. ഇപ്പൊ ഇവിടെ തവാത്തുറും ഇല്ല അഹാദും ഇല്ല. കാരണം സനദുണ്ടെങ്കിലല്ലേ അത് പറയാ. ഇവിടെ സനദൊന്നുമില്ല, നേരെ കേട്ടതാണ്. ഇത് നബിന്റെ ഖബറാണെന്നുള്ളത് അയാൾക്ക് അറിഞ്ഞതാണ്. എന്നാൽ ഇതിന്റെ മദ്മൂന് കൊണ്ടുള്ള അത് ഇൽമാണ് എന്നല്ല. ഇനി ഔബി ഗൈരി ദാലിക, ഒന്നിലെന്തായി സെമിയമെന്നു ഔ തവാത്തറ അൻഹു ദാലിക, അല്ലെങ്കിൽ ആ ഖബർ മുത്തവാത്തിറായി റിവായത്ത് വന്നു. അങ്ങനെ വന്നാലും ഇത് ഖബറുർ റസൂലാന്ന് ഉറപ്പായി. പിന്നെ ഔ ബി ഗൈരി ദാലിക, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത മറ്റ് മൂന്നാമത്തൊരു മാർഗത്തിൽ അംകന, അങ്ങനെ മൂന്നാമതൊരു മാർഗം സാധ്യമാണെങ്കിൽ നേരെ കേൾക്കുക, അല്ലെങ്കിൽ തവാത്തുറായ സനദോടുകൂടെ വരിക. ഇത് രണ്ടും ഇപ്പറയുന്നത് ഖബറുർ റസൂലാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. ഈ രണ്ട് മാർഗം അല്ലാതെ മൂന്നാമതൊരു മാർഗം സാധ്യമാണെങ്കിൽ ആ മാർഗത്തിലൂടെ എന്തറിഞ്ഞു? ഇത് ഖബറുർ റസൂലാണെന്ന് അറിഞ്ഞു. എന്നാല് അപ്പൊ ഇൽമു കിട്ടി. ഈ വൈരിദാലിക്ക എന്ന് പറഞ്ഞതിന് കൽ ഇൽഹാമി എന്ന് ശാരീഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽഹാമു പോലെ. ഇൽഹാം എന്ന് പറഞ്ഞാല് ഇന്നലെ പറഞ്ഞില്ലല്ലേ? ഇൽഹാം എന്ന് പറഞ്ഞ ശേഷം വരുന്നുണ്ട് ഇൽഖാഉം ഫിൽ ഖൽബി ബിലാ വാസിത്തത്തിന്. ഇൽഖാഉ മാനം ഫിൽ ഖൽബി ബിതരീഖിൽ ഫൈളി എന്ന് പറയും. പിന്നെ ഇൽഖാഉ മാനം ഫിൽ ഖൽബി ബിതരീഖിൽ ഫൈളി, ഇതാണ് ഇൽഹാം എന്ന് പറയുന്നത്. അപ്പൊ ആ പറഞ്ഞ ഇൽഹാം
ആ പറഞ്ഞ ഇൽഹാമ് സാധ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം അല്ലെ. അള്ളാഹു താല നേരിട്ട് അങ്ങോട്ട് അറിയിച്ചു കൊടുത്തു. അത് സാധ്യമാണോ അല്ലേ എന്നുള്ള ഖിലാഫുള്ളത് കൊണ്ടാണ് ഇന്നംകനാന്ന് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഈ രീതിയിൽ ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മ ഖബറുൽ വാഹിദി, അതായത് ഖബർ മുത്തവാത്തിർ അല്ലാത്ത ഖബർ വാഹിദ് ഇന്നമാലം യുഫിദിൽ ഇൽമ, അതുകൊണ്ട് കിട്ടിയത് ഖബറുർ റസൂലാണ് എന്ന ഇൽമ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ? ലി ഉറൂലി ശുബ്ഹത്തി ഫീ കൗനിഹി ഖബറുർ റസൂൽ. ഖബറുർ റസൂലാണോ എന്നതിൽ ശുബ്ഹത്തുള്ളത് കൊണ്ടാണ് അതിന്റെ മദ്മൂന് കൊണ്ടുള്ള ഇൽമ കിട്ടാത്തത്. അത് ഖബറുർ റസൂലാണ് എന്ന് അറിയണം. അതിനീ പറഞ്ഞ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇൽമ കിട്ടണം. എന്നാൽ ഈ പറയുന്ന മത്തിന്, ഹദീസിന്റെ മത്തിന്, അതുകൊണ്ടുള്ള ഇൽമ ഇസ്തിദ്ലാലിയായിട്ട് ഇൽമ തന്നെ കിട്ടും എന്നാണ്. അല്ല പിന്നെ ഖബർ വാഹിദാകുമ്പോ അതുകൊണ്ട് ഇത് ഖബറുർ റസൂലാണ് എന്നറിയപ്പെടാതിരിക്കാൻ കാരണം എന്താ? അതുകൊണ്ട് ഇൽമ കിട്ടാതിരിക്കാൻ കാരണം ഇന്നമാലം യുഫിദിൽ ഇൽമ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽമ അസ്ബാബുൽ ഇൽമ എന്ന് പറഞ്ഞാൽ ആ ഇൽമ കിട്ടാതിരിക്കാൻ കാരണം ഈ എന്താണ് ഖബർ വാഹിദാകുമ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണോ എന്നതിലൊരു ശുബ്ഹത്തുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ലാ യുംകിനു തവാത്തുഹും അലൽ കദിബി എന്നുള്ള അവസ്ഥയിൽ എത്തിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കദിബിന് സാധ്യത ഉണ്ടല്ലോ, അതാ ശുബ്ഹത്ത് എന്ന് പറഞ്ഞേ. ഒന്നീ കദിബിന് സാധ്യത, അല്ലെങ്കിൽ ആളിന് മറന്നുപോയതാണെങ്കിലോ, അല്ലെങ്കിൽ കേട്ടപ്പോൾ തെറ്റിയതാണെങ്കിലോ. ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു ശൈഖ്, അപ്പൊ ഇയാൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി. എന്നിട്ട് ശൈഖ് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. അല്ലെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും എന്തായി, വേറെന്തോ ഒച്ച പുറത്ത് കേട്ടപ്പോൾ ഇയാളെ ഒച്ച നേരെ കേട്ടിട്ടില്ല. അപ്പോഴോ ആ ഒച്ചേൻ്റെ ഇടയ്ക്ക് ഈ ഒച്ച കേട്ടപ്പോൾ പറഞ്ഞതല്ല മനസ്സിലാക്കിയത്, വേറൊന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും ശൈഖ് പറഞ്ഞത് എന്ന് വിചാരിച്ചു. എന്നിട്ട് അത് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ എന്താ ഈ ഖബർ വാഹിദിൽ വരുന്ന ശുബ്ഹത്ത, വെറും കദിബെന്ന് മാത്രമല്ല. അങ്ങനെ ശുബ്ഹത്ത കദിബാകാം, അല്ലെങ്കിൽ വലത്താകാം, അല്ലെങ്കിൽ സഹുവാകാം, അങ്ങനെ വലതും ആകാം. അപ്പൊ ഇതൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്പറയുന്നത് അള്ളാന്റെ റസൂല് പറഞ്ഞത് തന്നെയാണോ എന്നുള്ള ഉറപ്പില്ല. എന്നാ പിന്നെ ഇൽമ കിട്ടൂല. അതാണ്. അപ്പൊ മുത്തവാത്തിർ മാത്രമല്ല, അല്ലാതെ ഉണ്ട്. അപ്പൊ ഖബറുർ റസൂൽ എന്താണ്? യുഫീദുൽ ഇൽമ എന്ന് പറഞ്ഞാല് സനദ് വഴിയാണെങ്കിൽ തവാത്തുറാകണം, നേരെ കേട്ടാലും മതി. അല്ലെങ്കിൽ പിന്നെ ഇൽഹാം സാധ്യമാണെങ്കിൽ ഇൽഹാം കിട്ടിയാലും മതി. അപ്പൊ പറഞ്ഞതിന് മറുപടി ആയല്ലോ അല്ലെ. ഇത് മുത്തവാത്തിറിൽ മാത്രമാണ് എന്നാ അവർ പറഞ്ഞു. അതിന്റെ ആണ് ജവാബ്. മുത്തവാത്തിറിൽ മാത്രമാണെന്നുള്ളത് സമ്മതിക്കൂല. അല്ലാതെയും കിട്ടാം. എങ്ങനെ കിട്ടാം? ഒന്നീ നേരെ കേൾക്കുക, അല്ലെങ്കിൽ ഇൽഹാം വഴി കിട്ടുക. കത്തെഴുതല് കൊണ്ട് പറയല ഇല്ല. നേരിട്ട് കത്തെഴുതി അയക്കുന്നതെന്ന് പറഞ്ഞാൽ എഴുതിയത് നേരെ കണ്ടെങ്കിൽ ശരിയാവും, അതിന്റെ സ്ഥാനത്ത് വെക്കും. അല്ല, അയച്ച് കെട്ടിയ ആളിനാണെന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ റസൂൽ എഴുതിയെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. വന്നാൽ എഴുതി കൊണ്ട് കൊടുത്താണെങ്കിലോ അങ്ങനെ ഓരോ സംഭവമില്ലേ. പിന്നെ അല്ല, നേരെ എഴുതുന്ന കണ്ടതാണെങ്കിൽ നേരെ പറയുന്നത് കാണും പോലെയാണ്, കേൾക്കും പോലെയാണ്. പറ്റൂല, പയ്യും കയ്യില. അപ്പൊ ഇനി എന്താണ് രണ്ടാമത്തെ ഇത്തറാൾ? രണ്ടാമത്തെ ഇത്തറാളിന്റെ ഖുലാസ് എന്താ? അതും ഉസാമയുടെ പറഞ്ഞു. മഹ്സൂലുൽ ഇറാദിസ്ഥാനി അന്ന മാ ഉലിമ അന്നഹു ഖബറുർ റസൂൽ. ഖബറുർ റസൂലാണെന്ന് അറിഞ്ഞാൽ പിന്നെ യുഫീദുൽ ഇൽമൽ ലറൂരിയ, അത് ലറൂരിയ ഇൽമിനല്ലേ വായിപ്പിക്കുക, ഇസ്തിദ്ലാലിയല്ലല്ലോ. അതായത് നേരത്തെ പറഞ്ഞ ഖബറുർ റസൂല് യുഫീദുൽ ഇൽമ എന്നും പറഞ്ഞു, ഇസ്തിദ്ലാലിയ എന്നും പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് യുഫീദുൽ ഇൽമ എന്നത് പറയാൻ പറ്റൂലല്ലോ. എല്ലാ ഖബറിനെ കുറിച്ചും മുത്തവാത്തിറിനെ കുറിച്ച് മാത്രമല്ലേ പറയാൻ പറ്റൂന്ന് ചോദിക്കാം. അതിന് പറഞ്ഞല്ല. ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാല് മുത്തവാത്തിറാകണമെന്നില്ല, വേറെ ഏതെങ്കിലും അറിയപ്പെട്ടാലും അതുകൊണ്ട് ഇൽമ കിട്ടും. അപ്പൊ ആഹാദ് ആയ ഖബർ ഒഴിവായി. പിന്നെ രണ്ടാമത് ചോദ്യം അതല്ല, ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞതില് അതിലാണ് ഇത്റാദ്. ഖബറുർ റസൂലാണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? അപ്പൊ ഇസ്തിദ്ലാലി അല്ലല്ലോ കിട്ടുക, പിന്നെ ലറൂരിയ ഇൽമല്ലേ കിട്ടുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞതിനേക്ക് ഒരു ഇത്റാദ് വന്നത് ഈ ആദ്യത്തെ മറുപടിയുമായി ബന്ധപ്പെട്ട് അയിമലെടുത്തിട്ടാണ് മുമ്പുള്ളതിനെ ഇത്റാദ്. ഖബറുർ റസൂൽ ആണ് എന്നറിയപ്പെട്ടാൽ ഇൽമ കിട്ടുന്നല്ലേ പറഞ്ഞത്.
അപ്പൊ ആ മറുപടിന്റെ മേലെ എടുത്തിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പണ്ട് പറഞ്ഞ ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞ തിരുത്തി പറയണം. അതെന്താ? അത് ദറൂരിയല്ലേ? ഇസ്തിദ്ലാലി അല്ലല്ലോ കിട്ടുക, ദറൂരിയല്ലേ കിട്ടുക എന്ന് തിരുത്തണമെന്നാണ് രണ്ടാമത്തെ ഇത്തിറാദിന്റെ മുഹസ്സല്. അതാ മാഉലിമ അന്നഹു ഖബറുർ റസൂൽ യുഫീദുൽ ഇൽമ ദറൂരിയ ലിഅന്നഹു ഇമ്മാ മുത്തവാത്തിറുൻ. അതൊന്നീ മുത്തവാത്തിറായിരിക്കും. മുത്തവാത്തിറിനെ കുറിച്ച് നമ്മൾ മുമ്പ് ദറൂരിയ ഇൽമ കിട്ടും എന്ന് പറഞ്ഞ്. അവിൽ മുഷാഹദു അല്ല, നേരെ കേട്ടതെന്നല്ലേ പറഞ്ഞേ? അത് ഹിസ്സിയല്ലേ, മഹ്സൂസാത്തിൽ പെട്ടതല്ലേ? അതും എന്താണ്? ഹവാസു സലീമത്ത് കൊണ്ട് ഇൽമ ദറൂരി കിട്ടുന്നല്ലേ പറഞ്ഞേ? പിന്നെ വമഹ്സൂലു ജവാബിഹി അന്ന ഖബറർ റസൂലി യുഅലമു കൗനുഹു ഖബറർ റസൂലി ബിൽ ദറൂറത്തി. അത് ഖബറുർ റസൂലാണ് എന്നറിയപ്പെടൽ ദറൂരിയാണ്. ലാ മദ്മൂനുഹു, അതിന്റെ മദ്മൂന് ലാ മദ്മൂനിഹി, അതിന്റെ മദ്മൂന് കൊണ്ടുള്ള ഇൽമ എന്തല്ല, അത് ദറൂരിയല്ല. വല്ലിൽമുൽ ഇസ്തിദ്ലാലിയു ബി മദ്മൂനിഹി. ഇസ്തിദ്ലാലിയായ ഇൽമ എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ഇതിന്റെ മദ്മൂനിനെ കുറിച്ചാണ്. പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ വാചകമാണ് എന്നുള്ളതിനെ കുറിച്ച് ഇൽമുണ്ട് എന്നല്ല. ഈ പറഞ്ഞതിന്റെ ആശയം, അതായത് ഈ മത്തിന് ഒരു മാന ഉണ്ടാവുമല്ലോ, ആ മാനയെ കുറിച്ച് നമ്മൾ ഇസ്തിദ്ലാലിയായ ഇൽമു എന്ന് പറയുന്നത്. അത് നമ്മളവിടെ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആൾ ആരാന്ന് പരിഗണിക്കണം. അത് മുഅ്ജിസത്ത് കൊണ്ട് എന്താണ്, റിസാലത്ത് സ്ഥിരപ്പെട്ട ആളാണ്. ഇത് ഈ ഖബറുർ റസൂൽ നേരെ കേൾക്കുന്ന ആൾ അത് പരിഗണിച്ചെങ്കിൽ ഇൽമു കിട്ടുള്ളൂ. അത് പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൽമു കിട്ടൂലല്ലോ. അപ്പൊ അത് പരിഗണിച്ചിട്ട് ആ ഇൽമു കിട്ടി. അപ്പൊ ഇസ്തിദ്ലാലി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഇത് നേരെ വാക്കാണ് എന്നുള്ളതല്ല, അത് നേരെ എന്താണ്, വായിന്ന് പുറപ്പെടുന്നത് നേരെ കേൾക്കുകയല്ലേ. അപ്പൊ അതെന്താണ്, മഹ്സൂസായി. അതുകൊണ്ട് ഇൽമു ദറൂരിയാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഇതിന്റെ മദ്മൂനിനെ കുറിച്ചാണ്. കൈഫ എന്ത് യുഅലമു മദ്മൂനുഹു ബിൽ ദറൂറത്തി. ഇതിന്റെ മദ്മൂന് ദറൂറത്ത് കൊണ്ട് അറിയപ്പെടൂല. അപ്പൊ മദ്മൂനുഹു ലൈസ മഹ്സൂസൻ. ഇതിന്റെ മദ്മൂന് മഹ്സൂസ് അല്ലല്ലോ, പദം മാത്രമല്ല കേൾക്കുള്ളൂ. ആശയം മനസ്സിലാക്കുന്ന സംഗതിയല്ലേ. ഹത്താ യൻഫഅ ഫീഹി അത്തവാത്തുറു വൽ മുശാഹദത്തു. ഈ മദ്മൂനില് തവാത്തുറും മുശാഹദത്തും ഒന്നും തഫ്സീർ തന്നെ ചെയ്യൂല. കാരണം ഈ പറഞ്ഞ മദ്മൂന് അതെന്തല്ല, മഹ്സൂസായ സംഗതിയല്ല. മുത്തവാത്തിറാണെങ്കിലും മഹ്സൂസാകണമെന്ന് കൈത് പറഞ്ഞിട്ടുണ്ട്. ഒരു തവാത്തുറായി വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൽമു പായിതൊപ്പിക്കണം എന്നുണ്ടെങ്കിൽ തവാത്തുറിന്റെ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. കണ്ട ഒരു കാര്യം ഉദ്ധരിക്കണം, അല്ലെങ്കിൽ കേട്ട ഒരു കാര്യം ഉദ്ധരിക്കണം. അല്ലാതെ അല്ലാലമോ മുത്തവയ്യിറും കുല്ലു മുത്തവയ്യിറുൻ ഹാദിസുൻ എന്നിങ്ങനെ കുറെ ആൾക്കാരുടെ അക്കലിന്റെ നത്തീജ 10,000 ആൾ പറഞ്ഞാൽ ഇതെന്താവില്ല, തവാത്തുറാവില്ല. ഇത് ഫുലാൻ പറഞ്ഞു എന്നെന്താക്കണം, ഈ അതത് ഉദ്ധരിക്കണം. അപ്പൊ ഫുലാന്റെ വാക്കാണ് ഇത് എന്നുള്ള സ്ഥിരപ്പെടും, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ മുശാഹദത്തുണ്ട്. അപ്പൊ ഇത് മഹ്സൂസ് അല്ലാത്തതുകൊണ്ട് തവാത്തുറും മുശാഹദത്തൊന്നും പിന്നെ ഇതിനെ സ്വാധീനിക്കൂല, ഉപകരിക്കൂല. അപ്പൊ ഇംകിന് ജവാബിൽ ഇറാദിൽ അവ്വൽ. ഇതാണ് പിന്നെ മഹസ്സലുൽ ജവാബ് ശാരി തന്നെ പറയുന്നത്, കിതാബ് പറയുന്നത്. ഫൈൻകീല ഫൈദാക്കാന മുത്തവാത്തിറൻ ഔ മസ്മൂഅൻ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഹാസിലുൽ ഇൽമുൽ ഹാസിലു ബിഹി ദറൂരിയൻ കമാ ഹുവ ഹുക്മു സായിരിൽ മുത്തവാത്തിറാത്തി വൽ ഹിസ്സിയാത്തിൽ ഇസ്തിദ്ലാലിയൻ. മറ്റ് ഹിസ്സിയാത്തുകളും മുത്തവാത്തിറാത്തുകളുടെയും എന്താണ് ഹുക്കം, എന്താ, ദറൂരിയാകുക എന്നല്ല. അത് മുമ്പ് നമ്മൾ തന്നെ കിതാബ് പറഞ്ഞാണ്, ഇസ്തിദ്ലാലി അല്ലല്ലോ. അപ്പൊ ഇതും എന്താകണം, ദറൂരിയാകണ്ടെന്ന ചോദ്യം. കൊല്ല അല്ലിൽമുൽ ദറൂരിയു ബിൽ മുത്തവാത്തിരി അനിർ റസൂലി ഹുവൽ ഇൽമു ബി കൗനിഹി ഖബറർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തവാത്തിറായ ഹദീസില് എന്താണ്, ഇത് ഖബറുർ റസൂലാണ് എന്നതാണ് എന്താകുന്നത്, ദറൂരിയായി കിട്ടുന്നത്. ലിഅന്ന ഹാദൽ മഅന ഹുവല്ലദി തവാത്തറത്തിൽ അഖ്ബാറു ബി. ഇത് ഖബറുർ റസൂലാണ് എന്നാണ് എന്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊരു സഹാബി പറയാ, അങ്ങനെ 10 സഹാബിമാർ പറയാ, എന്നിട്ട് ആ 10 പേരെ തൊട്ട് 100 താബിഈങ്ങൾ പറയാ, അവരെ തൊട്ട് 1000 താബിഈങ്ങൾ പറയാം. ഇപ്പൊ എന്താണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ പറയുന്നത്. ഈ 10 സഹാബിമാര് ഇതേ വാക്ക് തന്നെ ഉദ്ധരിച്ചിട്ട് അതിന്റെ മദ്മൂനിൽ ചിലപ്പോൾ മസ്അലയിൽ 10 അഭിപ്രായക്കാരായിരിക്കും. അവർക്ക് വ്യത്യാസമുള്ളവരല്ലേ. അപ്പൊ ഇവരെല്ലാവരും ഒരു പദം തന്നെ ഉദ്ധരിക്കുകയും ആശയത്തിൽ ഹുക്കുമിൽ വ്യത്യാസം വരികയും ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഇത്തിഫാക്കുള്ളത് ഏതാ, ഇത് ഖാല റസൂലുള്ളാഹി, അത്രേ ഉള്ളൂ. അതാണ് എന്ത് തവാത്തുറാകുന്നത്. വഫിൽ മസ്മൂഇ മിൻ ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഇദ്റാക്കുൽ അൽഫാദി. നേരെ എന്താണ്, വായയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എന്താ ഉറപ്പുള്ളത്, ദറൂരിയായി കിട്ടുന്നത്, അത് ഈ പദങ്ങളുടെ ഇദ്റാക്കാണ്. കൗനുഹ കലാമർ റസൂലി,
അതാണ് എന്ത് ഹുവ ഇദ്റാഖുൽ അൽഫാദാണ്. ആ അൽഫാദുകൾ അള്ളാന്റെ റസൂലിന്റെ കലാമാണ്. ഇതാണ് എന്ത് ലറൂരിയായി കിട്ടുന്നത്. നമ്മൾ ഇസ്തിദ്ലാലിയ ഇൽമിനെ ഫായിദപ്പിക്കുന്നതാണ്, അതിനെക്കുറിച്ചല്ല. വല്ലിസ്തിദ്ലാലിയു ഹുവൽ ഇൽമു ബി മദ്മൂനിഹി വസുബൂത്തി മദ്മൂനിഹി. ഇൽമു ബി മദ്മൂനിഹി എന്ന് പറഞ്ഞ എന്റെ തഫ്സീറാണ് വസുബൂത്തി മദ്മൂനിഹി. അത് അതിന്റെ മദ്മൂനും ആ മദ്ലൂല് സ്ഥിരപ്പെട്ടതുമാണ് എന്ന ഇൽമാണ് എന്താകുന്നത് ഇതുകൊണ്ട് കിട്ടുന്നത്. വസുബൂത്തി എന്നുള്ളത് മദ്മൂന്റെ മേലെ എത്ര. അപ്പൊ ഇൽമും ബി മദ്മൂനിഹി, മദ്മൂന് കൊണ്ടുള്ള ഇൽമു എന്ന് പറഞ്ഞാല് അതിന്റെ മദ്ലൂല് സ്ഥിരപ്പെട്ടതാണ് എന്നാ. ഏതുപോലെ ഉദാഹരണം പറയുന്നു, മസലൻ ഖൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ എന്ന് പറഞ്ഞ ഹദീസ് മുത്തവാത്തിറാണ്. അൽ ബയ്യിനത്തു സാക്ഷി നിർത്തേണ്ടത് ആരാണ്? അലൽ മുദ്ദഇ, ആ അവകാശം വാദിക്കുന്നവനാണ്, വാദം ഉന്നയിക്കുന്നവനാണ്. എന്നാൽ വാദം ഹക്ക് നിഷേധിക്കുന്നവനാണ്, അവകാശം നിഷേധിക്കുന്നവൻ. അവൻ സത്യം ചെയ്യുക, ഞാനവന് കൊടുക്കാനില്ല എന്ന് പറയാ, എന്നാലും പിന്നെ അവൻ കൊടുക്കേണ്ട വരൂല. അപ്പോ ഈ പറഞ്ഞ എന്താണ് ബയ്യിനത്ത് ഇവൻ ചെയ്യണം, യമീന് മറ്റവൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഉലിമ ബി തവാത്തുരി അന്നഹു ഖബറുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞത് ഖബറുർ റസൂൽ ആണെന്നുള്ളത് മുത്തവാത്തിറാണ്. അതായത് ഈ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഹുവ ദറൂരിയ്യൻ സുമ്മ ഉലിമ അന്നഹു യജിബു അൻ തകൂന അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വഹുവ ഇസ്തിദ്ലാലിയ്യൻ. ഇതിന്റെ മദ്മൂൻ എന്ന് പറഞ്ഞാല് യജിബു അൻ തകൂന അൽ ബയ്യിനത്തു, സാക്ഷിയെ നിർത്തൽ നിർബന്ധമുള്ളത് ആർക്കാണ്? അലൽ മുദ്ദഇ, അത് ദഅവ പറയുന്നവനാണ്. മുൻകിറാണെങ്കിലോ അവൻ സാക്ഷി നിർത്തേണ്ട ആവശ്യമില്ല. അത് ഓഹോ ഇസ്തിദ്ലാലി, ഇത് ഇസ്തിദ്ലാലിയാണ്. അതെ, ഖബറുർ റസൂലാണ് എന്നത് എന്ത് ആയ കാരണത്താൽ ഈ പറഞ്ഞ ഹുക്കുമില്ലേ നേരെ കേട്ടു. എന്നാൽ അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ. ഇയാൾക്ക് എന്തായി? ഈ സഹാബിക്ക് മനസ്സിലായി ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, അത് ലറൂറത്തൻ അറിയപ്പെട്ടതാണ്. അത് എന്ത് ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാല് അതിനെന്താ തെളിവെന്ന് വെച്ചാൽ ഞാൻ കേട്ടതാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാല് അതിനെന്താ തെളിവെന്ന് വെച്ചാൽ നോക്കുന്ന അറിയാം, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്നാ കാണാം, പിന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ എന്ന പോലെ ഈ പറഞ്ഞ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ ബയ്യിനത്ത് സാക്ഷിയെ നിർത്തൽ നിർബന്ധമാണോ ഇല്ലേ? അത് നേരത്തെ പറഞ്ഞ പരിഗണന കൊടുക്കണം. ഇതാര് പറയുന്നതാ? ഇത് മുഅ്ജിസത്ത് കൊണ്ട് റിസാലത്ത് സ്ഥിരപ്പെട്ട് പറയുന്ന ആള് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശറഈ വുജൂബ് ഈ ഹുക്കുമിന് വന്നത്, അല്ലേ? ഇത് റസൂലല്ലാത്ത ഒരാളെ കുറിച്ച് എന്ത് വരും? ഒരു ഫുലാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇൽമു കിട്ടുന്നുണ്ട്, അത് ലറൂരിയുമാണ്, അല്ലേ? എന്നാൽ ഈ പറഞ്ഞ മാതിരി യജിബൂന്ന് വരും ഇവിടെ, അത് വരൂല. കാരണം എന്താ? അത് മൻസബത്തത്ത് റിസാലത്ത് ബിൽ മുഅ്ജിസത്ത് അല്ലാത്തോണ്ട്, അതാ വ്യത്യാസം. അപ്പൊ ആരോ ആയിൽ നിന്ന് നേരെ കേട്ടാലും എന്താണ് ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ഖബർ ഫുലാൻ എന്നതുകൊണ്ട് ഇൽമു കിട്ടും, നേരെ കേട്ടതല്ലേ? അപ്പൊ ഖബർ ഫുലാൻ എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഉദ്ധരിച്ചെന്ത് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാലമ മുത്തവയ്യിറുൻ, ഇത് അറസ്റ്റ് പറഞ്ഞതാണ് എന്നുള്ളത് മുത്തവാത്തിറായി ഉദ്ധരിച്ചു. ഇത് അയാളെ വാക്കാനോട് സ്ഥിരപ്പെട്ട് എന്നതുകൊണ്ട് എന്തില്ല, ഇസ്തിദ്ലാലിയായ ഈ നമ്മൾ പറയുന്ന ഇൽമ് ഖബറുർ റസൂൽ കൊണ്ട് കിട്ടുന്ന ഇസ്തിദ്ലാലിയായ ഇൽമില്ലോടെ ആണ്. അതാ പറഞ്ഞത് ഹക്കാണെന്നുണ്ടെങ്കിൽ ഹക്കാവും, ബാത്തിലാണെങ്കിൽ ബാത്തിലാവും, വേറെ കിട്ടും, അത്രയേ ഉള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാവുമ്പോഴോ അത് ശറഈയായ ഹുക്കുമാണ്, വഹി അല്ലാതെ പറയൂല. അപ്പൊ അതുകൊണ്ട് ഹുക്കും നിർബന്ധമാണ് എന്ന് വരും. അങ്ങനെ രണ്ടാണ്. ഇനി ഭയങ്കര വേറെ ഇത്രയുള്ള